ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് പുതു ഞായറാഴ്ച ആയിട്ട് സഭ കൊണ്ടാടുന്ന ദിവസമാണ്. ഉദ്ധിതനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യ പ്രാവശ്യവും രണ്ടാം പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ട് അവരെ ലോകമൊക്കെയും പോയി തൻ്റെ രക്ഷണ്യ സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞ് ഭരമേൽപ്പിക്കുന്നതായ വേദഭാഗമാണ് നാം ഈ ദിവസം വായിച്ച് കേട്ടത്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ ഉയർത്ത് എഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഈ 40 ദിവസത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 500 പ്രാവശ്യം, 500 പേർക്ക്. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. എത്ര പ്രാവശ്യം ഭൂമിയിൽ തൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ ചോദ്യം. പത്ത് പ്രാവശ്യം ഇതാ വേദപുസ്തകം പറയുന്നത്. സംശയമുണ്ടല്ലേ 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടോ എന്ന്? ഓക്കെ. ഒന്നാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് മേരി മഗ്ദലന, സെയിന്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 11 through 18. രണ്ടാം പ്രാവശ്യം to the other woman, they are traveling to Galilee, Saint Matthew chapter 28 verse 8 through 10. മൂന്നാം പ്രാവശ്യം പത്രോസിന്, Saint Luke chapter 24 verse 34. Then നാലാം പ്രാവശ്യം 2 disciples on the road to Emmaus. അവർ പിന്നീട് തിരിച്ചറിഞ്ഞു, പിന്നീട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അഞ്ചാം പ്രാവശ്യം, അതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗം നാം വായിച്ചു കേട്ടത്, വാതിലടച്ചിരിക്കെ. ആറാം പ്രാവശ്യം 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമാസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് വായിച്ചു കേട്ടു. ഏഴാം പ്രാവശ്യം ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങളും വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് 6 പേര്, തോമാസ് ലീഹ ഉൾപ്പെടെ 6 പേര് തെബരിയാസ് കടലിലേക്ക് മീൻ പിടിക്കാൻ പോയ സമയത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഏഴാമത്തെ പ്രാവശ്യം തെബരിയാസ് കടലിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. 8ാമത്തെ പ്രാവശ്യം 500 പേർക്ക് ഒരുമിച്ച് കൂടെ ഇരുന്ന് പ്രത്യക്ഷപ്പെട്ടത്. 9ാമത്തെ പ്രാവശ്യം the 11 on the mountain in Galilee, Saint Matthew chapter 28 verse 16 through 20. 11 ശിഷ്യന്മാർ ഗലീലായിൽ നിന്ന് യേശു അവരോട് കൽപ്പിച്ച മലയിലേക്ക് പോയി ആ മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനുശേഷം 10ാമത്തെ പ്രാവശ്യം അവസാനമായിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ട സംഭവമാണ്. നിങ്ങളെ വേദപുസ്തകം ശരിക്കൊന്ന് പഠിച്ചാൽ മതി ആ ഭാഗത്തെക്കുറിച്ച്. അതിന് നോട്ട് വേണമെങ്കിൽ പിന്നീട് ഞാൻ തന്നുകൊള്ളാം. ഇന്നത്തെ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ഒരു ആശയം, ഒന്നാമത്തെ ആശയം, വാതിൽ അടച്ചിരിക്കെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. വാതിൽ അടച്ചിരിക്കെ എന്താ ഓർത്തഡോക്സ് സഭ അതിനെക്കുറിച്ച് തിയോളജിക്കലായിട്ട് പറയുന്ന ഒരാശയം? നമ്മൾ പറയുന്നു, ശിഷ്യന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുക. യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ വാതിൽ അടച്ചിരിക്കുമ്പോൾ വാതിൽ തുറക്കാതെ ദൈവപുത്രന് പ്രത്യക്ഷപ്പെടുവാൻ കഴിയും, അല്ലേ? ഓർത്തഡോക്സ് പറയുന്നു, കന്യക മറിയം
വിശുദ്ധ കന്യക, അവൾ കന്യകയാണ്. വെർജിൻ ബിഫോർ ബർത്ത്, വെർജിൻ ഡ്യൂറിങ് ബർത്ത്, വെർജിൻ ആഫ്റ്റർ ബർത്ത്. നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ദൈവപുത്രൻ വാതിലടച്ചിരിക്കെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സഭ പറയുന്നത് കന്യക, അവൾ വെർജിൻ മേരി എന്ന് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു തിയോളജിക്കൽ റൂട്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. ക്രൈസ്റ്റ് എൻഡേഴ്സ് അവർ ഫിയർ. ഭയം നിമിത്തം അവർ വാതിലടച്ചിരിക്കുക, ശിഷ്യന്മാർ വാതിലടച്ച മുറിയിൽ അടച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളെയും കർത്താവിനെ കാണുവാൻ ഭയത്താൽ ഞാനും നിങ്ങളും മാറിയിരിക്കുന്നുണ്ടെങ്കിൽ, ക്രൈസ്റ്റ് endures our fear. Disciples were behind closed doors. Jesus came and stood in their midst. He revealed as a spiritual body. ഈ മനുഷ്യ ശരീരം ഇതൊരു ഫിസിക്കൽ ബോഡി അല്ലേ? നമ്മളെ കാണുന്നത് ഫിസിക്കൽ ബോഡി. നമ്മുടെ ഉള്ളിലൊരു സ്പിരിച്വൽ ബോഡി ഉണ്ട്. മരണശേഷം ആ സ്പിരിച്വൽ ബോഡി എവിടേക്ക് പോകും? ആത്മാവ് അതിനെ നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് 40 ദിവസം വരെ ഈ ഭൂമിയിലുണ്ടാകും. 40 ദിവസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. ആ സ്പിരിച്വൽ ബോഡി കർത്താവ് ദൈവപുത്രന് മനുഷ്യരിൽ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ മനുഷ്യരായ നമ്മൾക്ക് അതിനുള്ള അനുവാദം ഇല്ല എന്നുള്ളത് ഓർക്കുക. ആ സ്പിരിച്വൽ ബോഡി പറയുകയാണ്, പീസ് ബി വിത്ത് യു. ഇന്ന് ബലിയർപ്പിച്ച പുരോഹിതൻ എത്ര പ്രാവശ്യം പറയും? ഇതിനോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു പീസ് ബി വിത്ത് യു എന്ന്? പോട്ടെ, മൊത്തം എത്ര പ്രാവശ്യം പറയും? 5 പ്രാവശ്യം. 5 പ്രാവശ്യം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആകുലചിത്തരാകേണ്ട, നിങ്ങൾക്ക് സമാധാനം. അതേ സമാധാനമാണ് തിരുശരീരവും രക്തവും മുറിക്കപ്പെട്ട ബലിപീഠത്തിൽ നിന്ന് കാർമികൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് ഓർക്കുക. യു ആർ നോട്ട് എലോൺ, ഐ വിൽ ബി വിത്ത് യു, ഐ ആം വിത്ത് യു. ഈ ഒരു സന്ദേശമാണ് ബലിപീഠത്തിൽ നിന്ന് പുരോഹിതൻ നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഓർക്കുക. When we are afraid, even when we are broken, or even when we are hide ourselves, Christ comes to us. യേശു തമ്പുരാൻ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമുക്ക് സമാധാനം എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്റ്റ് ട്രാൻസ്ഫോംസ് അവർ ഡൗട്ട്. രണ്ടാം ഭാഗത്ത്, ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തോമസ് ലീഗ അവിടെ ആയിരുന്നില്ല അല്ലേ? ശിഷ്യന്മാർ തോമസ് ലീഗയോട് പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന്. തോമ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. എന്നാലും എനിക്കവനെ നേരിട്ടൊന്ന് കണ്ട്. നിങ്ങൾ പറയുന്നു നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന്. തോമസ് ലീഗ ഒരു വിശ്വാസം ഇല്ലാതൊന്നുമില്ല, പക്ഷേ എനിക്കവനെ നേരിട്ട് കാണണം. നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ ഓർക്കണം, ഈ 10 പേര് ഭയത്താൽ ഒളിച്ചൊരു മുറിയിലിരിക്കുക. തോമസ് ലീഗ എവിടെ പോയി? തോമസ് ലീഗ പുറത്തേക്ക് പോയി. തോമസ് ലീഗയ്ക്ക് ആ ഭയമുണ്ടോ? ഇല്ലായിരുന്നു. ഈ 10 പേര് ഒളിച്ച് ഒരു മുറിയിൽ ഇരിക്കുന്ന സമയത്ത് തോമസ് ലീഗ
പുറത്തേക്ക് പോവുകയാണ്. തനിക്ക് ഭയം ഒട്ടുമില്ല. അതുകൊണ്ടാണ് തോമാസ് ലീഗ ഭാരതത്തിലേക്ക് വരാൻ നിയോഗിച്ചപ്പോൾ ഒട്ടും ഭയമില്ലാതെ ഭാരതത്തിലേക്ക് പോയത് എന്നുള്ളത് ഓർക്കുക. അവൻ പറയുകയാണ്, തോമാസ് ലീഗ പറയുകയാണ്, എനിക്ക് അവൻ്റെ വിലാപ്പുറത്ത് തൊട്ട് നോക്കണം. ഇത് തോമാസ് ലീഗയും ശിഷ്യന്മാരും തമ്മിൽ സംവേദിച്ചൊരു കാര്യമാണ്, അല്ലേ? ഇവര് കർത്താവിനോട് പറഞ്ഞോ തോമാസ് ലീഗ ഇങ്ങനെ പറഞ്ഞു എന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുമിച്ച് ഇവർ അതേ ഭവനത്തിൽ കൂടിയിരിക്കുമ്പോൾ യേശുദമ്പുരാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തോമാസ് ലീഗയോട് പറഞ്ഞു, തോമാസ് ലീഗ, നീ അടുത്ത് വരിക, എൻ്റെ വിലാപ്പുറത്ത് തൊട്ടു നോക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. മരിച്ച് 8 ദിവസം കഴിഞ്ഞ ആ സ്പിരിച്വൽ ബോഡിക്ക് ശിഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. മരിച്ച് 8 ദിവസം കഴിഞ്ഞ സ്പിരിച്വൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ സ്പിരിച്വൽ ബോഡിക്ക് ഈ 11 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് തോമാസ് ലീഗ ഈ ശിഷ്യന്മാരോട് പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് യേശുദമ്പുരാൻ അവരോട് പറയുകയാണ്, തോമാസ് ലീഗ, നീ വന്ന് നിന്റെ വിശ്വാസം ഉറപ്പിക്കുക എന്ന്. മരണശേഷം ആത്മാവിന് കാണുവാൻ, അറിയുവാൻ, നമ്മുടെ സംസാരം കേൾക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ വേദഭാഗം നമ്മോട് സംവേദിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ജീസസ് ഡിഡ് നോട്ട് റിജക്ട് ഹിം. തോമാസ് ലീഹായ്ക്ക് ആ വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ക്ലിയർ ചെയ്യണം. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകാം. സഭാജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകാം. തോമാസ് ലീഹായെ പോലെ എനിക്കും നിങ്ങൾക്കും സംശയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ വലിയ അപകടത്തിൽ കൊണ്ടുപോകും. അത് പറഞ്ഞ് എനിക്ക് സംശയമുണ്ട്, എനിക്ക് അവനെ കണ്ടേ മതിയാവുകയുള്ളൂ, അവൻ്റെ വിലാപ്പുറത്ത് തൊട്ടു നോക്കണം. ആ തോമാസ് ലീഗയുടെ മക്കളാണ് ഞാനും നിങ്ങളും. സ്വാഭാവികമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുക, സ്വാഭാവികമാണ്. അത് തിരിച്ചറിഞ്ഞ് അത് ക്ലിയർ ചെയ്യുവാനുള്ളൊരു സന്നദ്ധത ഉണ്ടാകണമെന്നുള്ളതാണ് മറ്റൊരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത്. ഈ സംശയം തോമാസ് ലീഹായെ വലിയൊരു കൺഫഷനിലേക്ക് നയിക്കുകയാണ്. തോമാസ് ലീഹ ഏറ്റുപറയുകയാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ട്രൂ ഫെയ്ത്ത് ലീഡ്സ് ടു സറണ്ടർ. ട്രൂ ഫെയ്ത്ത് ലീഡ്സ് ടു വർഷിപ്പ്. And true faith leads to take bold decision. Yes, Lord, my Lord and my God. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. തോമാസ് ലീഹ ഏറ്റുപറഞ്ഞ ആ വിശ്വാസം നമുക്കും ഈ ഞായറാഴ്ച വിശ്വാസസ്ഥിരതയോടെ ഏറ്റുപറയാം. My Lord and my God. May God bless you.